എന്നെ സ്പർശിച്ചത് യെശയ്യാ 59:21. അപ്പോൾ നമ്മൾ മക്കൾ തെറ്റുകാരാകുമ്പോൾ അല്ലെങ്കിൽ മക്കൾ വഴിതെറ്റി പോയി കഴിഞ്ഞാൽ നമ്മളൊന്നിൽ ബ്രദറെ പ്രാർത്ഥിക്കണമേ അല്ലെങ്കിൽ ധ്യാനകേന്ദ്രത്തിൽ പോകണമെന്നൊക്കെ നമ്മൾ വളരെ വിഷമത്തോടെ പോകാറുണ്ട്. ബ്രദർ പറഞ്ഞത് അപ്പനും അമ്മയും ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, അവരിൽ നിക്ഷേപിച്ച ആത്മാവും വചനവും ഒരിക്കലും മാതാപിതാക്കളിൽ നിന്നും മക്കളിൽ നിന്നും ഒരിക്കലും പോകുകയില്ല എന്നുള്ള വലിയൊരു തിരിച്ചറിവ്. കാരണം നമ്മൾ ഒരുത്തരത്തും തേടി പോകേണ്ട, നമ്മൾ അപ്പനും അമ്മയും ഒരു 4 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാത്രം ഈ മക്കളെല്ലാം നേരെയാകും എന്നുള്ള വലിയൊരു ബോധ്യം നമുക്ക് കിട്ടി. പ്രൈസ് ദി ലോർഡ്. പിന്നെ സങ്കീർത്തന പുസ്തകം, ഞാൻ ഇന്നലെ ധ്യാനം തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ കടന്നു വരുമ്പോൾ ഈ പാട്ട് പുസ്തകം ആ ലീഫ് എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോഴും ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനമുണ്ട്, പിന്നെ എല്ലാം സങ്കീർത്തനം. അത് പിന്നീട് എപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സിലായത് ഇതെന്ത് ഇങ്ങനെ ഒരു പാട്ടെന്നുള്ള ഒരു ധാരണ എനിക്ക് വന്നു. അപ്പോൾ ഞാനിങ്ങനെ മനസ്സോടെ അതിൻ്റെ കയ്യിൽ വെച്ചിട്ട് ഇതെന്ത് ധ്യാനമാണ് എന്നുള്ള, തോമസ് ബ്രദറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് ഞാൻ ധ്യാനം കൂടുന്നത്. പക്ഷേ ഇത് സങ്കീർത്തനം ഇങ്ങനെ പഠിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പാടുമ്പോഴും അതിൻ്റെ ആ ഒരു ആന്തരികമായ അർത്ഥം നമുക്ക് ഉൾക്കൊള്ളാനും അതിൻ്റെ നമുക്കൊന്നുമില്ലെങ്കിൽ നമ്മൾ പാടുമ്പോൾ ആ സങ്കീർത്തനം മനഃപ്പാഠമാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുവഴി തന്നെ ദൈവാത്മാവിൻ്റെ വലിയ നിറവ് നമ്മളിലേക്കുണ്ടാകും. പിന്നെ നമ്മൾ കല്യാണത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞു, ഒരു വിവാഹത്തിൻ്റെ കാര്യം കുറച്ച് പറഞ്ഞു. കാരണം വിവാഹങ്ങൾ, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി വിവാഹങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ അതിലെത്ര കാറിൻ്റെ വലിപ്പം, കാറിൻ്റെ പിന്നെ ക്വാളിറ്റി, അല്ലെങ്കിൽ അവൻ്റെ വസ്തുവിൻ്റെ വലിപ്പം, വസ്തുവിന് എത്രയുണ്ട്, അവൻ്റെ എഡ്യൂക്കേഷൻ്റെ എത്രത്തോളം അവൻ ഉന്നതത്തിൽ പോയിരിക്കുന്നു, കുടുംബ മഹിമ, ഇതെല്ലാം നോക്കുന്ന ഒരു കാര്യം ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കാനുള്ളത് അവൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം, അവൻ്റെ ദൈവിക ജ്ഞാനത്തിൻ്റെ വലിപ്പം. ഇതിൽ നമ്മൾ നോക്കാതെ പോകുമ്പോഴാണ് പല വിവാഹ കാര്യങ്ങളും തകർന്ന് കുടുംബങ്ങളില്ലാതെ പോകുന്ന ഒരു ചിന്ത എനിക്ക് കിട്ടി. ഈ 3 കാര്യങ്ങളാണ് എനിക്ക് ബ്രദർ പറഞ്ഞ കാര്യങ്ങൾ സ്പർശിച്ചത്. പ്രൈസ് ദി ലോർഡ്.